ഈ തണുപ്പത്ത് കോടാലിയും കൊണ്ടുവന്ന് ഈ ഐസ് എന്തിനു വെട്ടിപ്പൊളിച്ചെടുക്കുന്നതല്ലേ ഇന്നത്തെ വീഡിയോ അതാണ്. ഇവിടെ 6 മാസം നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ്. അപ്പം -डिग्री ടെമ്പറേച്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇവർക്ക് കുളിക്കാൻ വെള്ളം വെച്ച് കൊടുക്കാൻ പറ്റില്ല. കുളിച്ചിട്ട് വരുന്ന ഉടനെ ഇവരുടെ ചിറകെല്ലാം ഐസായി പോവും, പിന്നെ ചത്തും പോവും. ഇന്നിവിടെ നല്ല ടെമ്പറേച്ചറായിരുന്നു. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ടോ, പക്ഷെ അവർക്ക് കുളിക്കാനുള്ള പാത്രത്തിൽ നിറച്ച് മഞ്ഞും ഐസും ആയിരുന്നു. ഇന്നിവിടെ 3 ഡിഗ്രിയാണ് തണുപ്പ്. പകല് രാത്രിയാകുമ്പോൾ മൈനസിലോട്ട് പോവും. എന്നാലും താറാവൊക്കെ കുളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ പാത്രം നോക്കിയാൽ നിറച്ച് മഞ്ഞും ഐസുമാണ്. അപ്പം ഞാനിന്ന് ചെയ്യുന്നത് ആ ഐസ് ഇച്ചിരി കുറച്ചൊന്ന് വെട്ടിക്കളയുകയാണ്. അപ്പം എന്തായാലും ഞാനിത് ചെയ്യുന്ന കാണിച്ചു തരാം. ഈ 2-3 ലെയർ ഡ്രസ്സും ഒക്കെ ഇട്ട് ഐസൊക്കെ വെട്ടിപ്പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. മഞ്ഞിൻ്റെ അടിയിൽ അത്രയും ഐസായിട്ടിരിക്കുകയാണ്, ഭയങ്കര പാടാണ്. പക്ഷേ ഈ പാത്രം പൊട്ടാതെയും നോക്കണം. കുറച്ചൊരു സ്പേസ് ഉണ്ടാക്കിയാൽ എനിക്ക് വെള്ളം ഒഴിച്ചാൽ അവർ വന്ന് കുളിച്ചോളും. കുറേ നേരത്തെ പണിക്ക് ശേഷം എനിക്ക് ചെറിയൊരു കുഴി പോലെ അതിലുണ്ടാക്കാൻ പറ്റി. പിന്നെ അടുത്ത് ഞാൻ പോയത് ഗീസിൻ്റെ പാത്രത്തിലാണ്. അതൊരു ചെറിയ പാത്രം അവിടെ മഞ്ഞിൽ പൊതിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഈ 6 മാസം തണുപ്പത്ത് നമ്മൾ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഭയങ്കര ആയാസമുള്ള പണിയൊന്നും ചെയ്യില്ലല്ലോ. അതിൻ്റേതായ പ്രശ്നങ്ങളും എൻ്റെ ശരീരത്തിനുണ്ട്. കുറച്ച് ചെയ്തപ്പോൾ തന്നെ തളർന്നു. ഈ മസ്കോവീസിന് ചെറിയ പാത്രം മതി. മണിത്താറാവാണ്, നമ്മുടെ നാട്ടിലെ മണിത്താറാവാണിത്. ഇവർക്കൊക്കെ കുളിക്കാൻ കുളമുണ്ട്, പക്ഷേ ഇപ്പോൾ അതൊക്കെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഈ പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നതിലൊക്കെ അവർ കുളിക്കും. പിന്നെ ഇന്ന് തണുപ്പ് കുറവായതുകൊണ്ടാണ് കേട്ടോ കുളിക്കാൻ സമ്മതിക്കുന്നത്. എൻ്റെ താറാവൊക്കെ കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ടോ. കുളിച്ച് കഴിഞ്ഞ് എല്ലാവരും വെയിലത്ത് ഉണങ്ങാൻ വന്നിരിക്കുന്നതുണ്ടോ. ഇപ്പോൾ ഒരു സൗന്ദര്യമൊക്കെ ഇല്ലേ എല്ലാവർക്കും. ഗീസിനുമൊക്കെ കുളിക്കാൻ പറ്റി. എന്തായാലും എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.